നമ്മൾ ഇന്നൊരു വിഷു ഷോപ്പിങ്ങിന് പോവാണ്. ഹാൻഡ്ലൂം ഷോപ്പൊക്കെ ഇഷ്ടം പോലെയുള്ള ബാലാപുരത്ത്. അവിടെ ആകുമ്പോൾ നല്ല കൈത്തറി വസ്ത്രങ്ങൾ കിട്ടും. മാമി അടിപൊളിയായിട്ട് പാട്ട് പാടും. മെഡിസിറ്റി ഉള്ളത് ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇവിടുത്തെ ഷോപ്സ് എന്ന് പറയുന്നത് വലിയ ഹൈഫൈ ഷോപ്സ് ഒന്നും അല്ല, സാധാരണ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഒരു ചെറിയ കടകളൊക്കെയുള്ള ത്രെഡ് വർക്ക് പാറ്റേൺ ആണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. പിന്നെ അമ്മമാർക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സാരി. ഹായ് എവരിവൺ, വെൽക്കം ടു യുവർ ഫാമിലി. അപ്പം നമ്മൾ ഇന്നൊരു വിഷു ഷോപ്പിങ്ങിന് പോവാണ്. വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, നമ്മളിന്ന് പോകുന്നത് ബാലരാമപുരത്താണ്. ഹാൻഡ്ലൂം ഷോപ്പൊക്കെ ഇഷ്ടം പോലെയുള്ള ബാലരാമപുരത്ത്. അവിടെ ആകുമ്പോൾ നല്ല കൈത്തറി വസ്ത്രങ്ങൾ കിട്ടും. സെറ്റ് സാരി ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ വാമി റെഡിയല്ലേ? വാമി കമോൺ. റെഡിയാണ്, ദേ കുഞ്ഞ് റെഡിയാണ്. ഇവിടെ നമ്മളെവിടെയാണ് പോകുന്നേ? വാമി നമ്മളിന്ന് എവിടെയാണ് പോകുന്നേ? ഡ്രസ് മേടിക്കാൻ എവിടെയാണ് പോകുന്നത്? ബാലരാമപുരം. ബാഗ് എടുക്കണ്ടേ? അപ്പം നമ്മൾ എപ്പോഴും പോകുമ്പോൾ മാമിക്ക് മാമിയുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എപ്പോഴും കൂടെ കരുതാറുണ്ട്. അതിപ്പോൾ വലിയ ട്രാവലിങ്ങിലാണെങ്കിലും ചെറിയ ട്രാവലിങ്ങിലാണെങ്കിലും. അപ്പോൾ മാമിയുടെ ബാഗൊക്കെ സെറ്റാണ്. അപ്പോൾ ഇന്ന് ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ അനിയനാണ്. അതെ, അപ്പോൾ നമുക്ക് പോവാം അല്ലേ? പോവാം. കമോൺ എന്ന് പറ. ഓക്കെ ഓക്കെ എന്ന് പറ. കമോൺ വാ. മാമി ഇടിയുന്ന ഡ്രസ്സിൻ്റെ പേരെന്താന്ന് പറഞ്ഞു കൊടുത്തേ? കഫ്താൻ. മാമി ഡ്രസ്സ് അടിപൊളിയല്ലേ മാമി? ഹായ് മാളക്കൂട്ടം പുതിയ ഡ്രസ്സ് ഇട്ടു. മാളക്കൂട്ടം പുതിയ ഷൂസ് ഇട്ടു. നീഷ് പുതിയതാണല്ലോ ഇട്ടിരിക്കുന്നത്. എവിടെ? വേർ ഇസ് ചപ്പൽ? നോക്കട്ടെ. ദാറ്റ്സ് എ ഗുഡ് വൺ. ചായ കുടിച്ചോ? കുടിച്ചു. നമ്മൾ പാട്ട് പാടാൻ പോവാണേ അല്ലേ മാമി? മാമി അടിപൊളിയായിട്ട് പാട്ട് പാടും. ചായ പാനി കപ്പിയില് തുടിപ്പഞ്ചാരിയിലെ കാതരികെ പ്രേമിക്കൂടു നീ ചായ പാനി തപ്പിയില് തുടിപ്പഞ്ചാനി കൊട്ടിയിലെ കാതരികെ നീ സുമ്മ ചേർന്നിരിങ്ക മനസ്സങ്ങ് നീരണേ ഗൊലിസോട് നീയാ പനിച്ചങ്ങ് കേറണേ പാരസിറ്റമോള. ഇനി വേറെ പാട്ട് പാടാലോ. മുന്താന കായം തന്നാലയാറിപ്പോ മായമെന്ന് പൊന്മാനെ ഉന്മേനി താങ്ങിക്കൊള്ളും. സോറി എന്മേനി താങ്ങിക്കൊള്ളും. ഉന്തന്മേനി താങ്കാതെ കൺമണി അമ്പോട് കാതലൻ കണ്ടാലം ഞാൻ എഴുതും കടിതമേ പൊന്മണി
അങ്ങനെ നെയ്യാറ്റിൻകര എത്തി. ഇവിടെയാണ് ഇത് ആറാലുംമൂട് എന്നുള്ള പ്ലേസാണ്. ഇവിടെയാണ് നിംസ് മെഡിസിറ്റി ഉള്ളത്. ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു പ്രോഡക്റ്റ് കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മുടെ കുറേ അമ്മമാർ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുട്ടിക്ക് ബേബി ഓയിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന്, ഹെയറിനും ബോഡിക്കും ഒക്കെ മസാജ് ചെയ്തെടുക്കാൻ നല്ലത് ഏതാണെന്ന്. ഇത് ലവ് ലാപ്പിൻ്റെ നാച്ചുറൽ ഒലീവ് ഓയിലാണ്. 100% നാച്ചുറലാണ്. ഇത് വളരെ സ്റ്റിക്കി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഹെയറിൽ അങ്ങനെ സ്റ്റിക്ക് ആവത്തില്ല. അതുപോലെ ഇത് നാച്ചുറൽ അരോമയാണ് ഇതിലുള്ളത്. പിന്നെ പാരബനും ഇല്ല, ടോക്സിക്കും ഇല്ല. അതാണ് ഞാൻ ചൂസ് ചെയ്യാൻ മെയിൻ കാരണം. ഇതിൻ്റെ ബാക്ക് ലേബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് റിഫൈൻഡ് ഒലീവ് ഓയിൽ 85% ആൻഡ് വെർജിൻ ഒലീവ് ഓയിൽ 15% എന്ന്. ഒലിവ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ സ്കിന്നിന് വളരെ ഹെൽത്തിയാണ്. അതുപോലെ തന്നെയാണ് ഹെയറിനും. അതുകൊണ്ട് ഞാൻ വാമിക്കിത് ഹെയറിന് മാത്രമല്ല ബോഡിയൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തൊന്ന് കുളിപ്പിക്കാൻ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ അസ്വസ്ഥത തോന്നത്തില്ല. അപ്പോൾ വാമിക്ക് ആദ്യം എണ്ണ തേച്ച് കുളി ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷേ ഒലിവ് ഓയിൽ തേക്കാറുണ്ട്. കാരണം ഇത് സ്റ്റിക്കി അല്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നമ്മളിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലെടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് റബ്ബ് ചെയ്യുക. അതായത് ഒലിവ് ഓയിൽ കുറച്ച് വാമാവും. എന്നിട്ട് കുട്ടികളുടെ ദേഹത്ത് തേച്ച് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒലിവ് ഓയിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സ്കിൻ റിപ്പയർ സൊല്യൂഷനാണ്. അതുമാത്രമല്ല ഇത് സ്കിൻ ടോൺ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളരെ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഒരു ഓയിലാണ്. അങ്ങനെ ഞങ്ങൾ ബാലരാമപുരത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഷോപ്സ് എന്ന് പറയുന്നത് വലിയ ഹൈഫൈ ഷോപ്സ് ഒന്നുമല്ല, സാധാരണ കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഒരു ചെറിയ കടകളൊക്കെയുള്ള ഷോപ്പാണ്. പക്ഷെ നല്ല വിലക്കുറവിൽ നല്ല കൈത്തറി വസ്ത്രങ്ങൾ കിട്ടുന്ന ഷോപ്സാണ് കേട്ടോ. ഞാൻ സ്ഥിരം പോകുന്നത് ബാലരാമപുരം ഹാൻഡ്ലൂംസ് എന്ന് ബോർഡുള്ള ഈ ഒരു ഷോപ്പാണ്. ഞാൻ സ്ഥിരം കസ്റ്റമറാണ് അവിടുത്തെ. ഇതൊക്കെ മുണ്ടുകളുടെ സെക്ഷനാണ്. ഇവിടെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഏത് കളർ മുണ്ടും കിട്ടും. ഇപ്പോൾ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് വന്നിട്ടുണ്ട്. ത്രെഡ് വർക്കുള്ള സാരീസ് വന്നിട്ടുണ്ട്. ത്രെഡ് വർക്ക് പാറ്റേൺ ആണ് പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ത്രെഡ് വർക്കാണ്, ഫുൾ ത്രെഡ് വർക്കാണ്. ഇതിൻ്റെ കുറേ ഡിസൈൻസ് ഉണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു. ബട്ട് എനിക്കൊരു ഫെസ്റ്റീവ് കളക്ഷൻ പ്രിൻറ്റും ഉള്ളായിരുന്നു. വേറെ കളറില്ലല്ലോ അല്ലേ? വേറെ കളറൊന്നും എടുക്കണേ. ആ പ്രിൻറ്റിൽ പിന്നെ അമ്മമാർക്കൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് വർക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള സാരീസും ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, ക്യൂട്ട് പ്രിൻ്റാണ്, നല്ലൊരു പ്രിൻ്റാണ്. ഒരു കുഞ്ഞാലിലെ കൃഷ്ണൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, ഏതെടുക്കണമെന്നാണ് നമുക്ക് കൺഫ്യൂഷൻ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു സാരി. ഇത് നല്ല ചെക്ക് പോലെ വരുന്ന സ്ട്രൈപ്സൊക്കെ ഉള്ള സാരിയാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിടിച്ചു ഇത് നീ വെച്ചു കേട്ടോ. ചിലപ്പോൾ അത് ഇതായി പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കൊള്ളാടാ, ഇത് കൊള്ളാം. നോക്കി ഇത് മുന്താണിയാ. ഇത് നോക്ക്. പക്ഷെ എനിക്ക് എന്നെക്കിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഇതാ തോന്നി. പറഞ്ഞ മോഡലുണ്ട്. ഇതിലേലൊന്ന് സെലക്ട് ചെയ്യാം. ഇത് കൊള്ളാൻ തോന്നുന്നല്ലേ? പക്ഷെ ഇത് കൃഷ്ണൻ്റെ മാത്രമായിരിക്കുന്നത്. ഇത് ഇഷ്ടപ്പെട്ടു. ഇത് ഒതുങ്ങുമെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. അത് വേണ്ട, എനിക്കൊന്ന് ഇത് കുറച്ചുകൂടെ നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ട സാരീസൊക്കെ ഞാനൊന്ന് കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്.
അതെന്തോന്നാണ് ശരി ഇതൂടെ അതിൻ്റെ പ്രൈസ് കൂടെ പറയണേ. ഡിസ്കൗണ്ട് കിട്ടി 1118 വരും. ഇതൊന്നും മോശം പോകത്തില്ലല്ലോ ഇങ്ങനത്തെ. ടിഷ്യൂ ടൈപ്പാണ്. ഈ ഒരു സാരിയുടെ പ്രൈസ് അവർ പറയുന്നത് 1350 ഡിസ്കൗണ്ട് പോയിട്ട് 1100 ആണ് അവർ പറഞ്ഞത്. അഡ്വക്കേറ്റ് ലക്ഷ്മിയോ അവരുടെ അപ്പുറത്തെ സ്ഥിരം കസ്റ്റമറാണ്. അഡ്വക്കേറ്റ് ലക്ഷ്മി ആരാണ് എനിക്കറിയില്ല. ആ ഒരു കുക്കിംഗ് ചാനലുള്ള മാജിക് അവൻ നോക്കൂ ബ്രോ. ഇതുപോലത്തെ സെയിം കുർത്ത ടൈപ്പ് അതിൽ പ്രിന്റ് വരുന്നുണ്ടോ? അതിൽ പ്രിന്റ് വരില്ല ചേച്ചി, അതിൽ പ്രിന്റ് വരില്ല, പ്ലെയിൻ ആയിരിക്കും. ഈ ടൈപ്പിലാണ് പ്രിന്റ് വരുന്നത്. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. നല്ല പ്രൈസ് കുറഞ്ഞിട്ട് അവിടെ കിട്ടുന്നത്. ഞാനിതെല്ലാം കാണിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നെയ്യാറ്റിൻകര ക്ഷേത്രം, നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇവിടെ ഉത്സവമാണ്. ഈ ഒരു സാരിയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു കൃഷ്ണൻ്റെ പ്രിൻ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതൊരു കോപ്പർ ടിഷ്യൂ സാരിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. ഒരു കൃഷ്ണൻ്റെ പ്രിൻ്റാണ് ഇത് വരുന്നത്. ഇത് ഒരു കോപ്പർ ടിഷ്യൂ സാരിയാണ്. അതുപോലെ ബോഡി വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ബോർഡറിൽ കൃഷ്ണൻ്റെ പ്രിൻറ്റും അതുപോലെ ബോഡി പ്ലെയിൻ ആണ്. മുന്താണി ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് മുന്താണി. മുന്താണി പാട്ട് വരുന്നത് ഇതുപോലെ കൃഷ്ണൻ്റെ പ്രിൻറ്റും അതുപോലെ ഈ ബോർഡറിൽ ഒരു കുഞ്ഞ് ആലിലയും ഓടക്കുഴലും ഉണ്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്ത സാരി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സാരി. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കഥകളി വർക്ക്, അതായത് പ്രിൻ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതും ടിഷ്യൂ സാരിയാണ്, ഗോൾഡൻ ടിഷ്യൂ സാരിയാണ്. അതുപോലെ ഇതിനകത്ത് കണ്ടോ നല്ലൊരു റോസിൻ്റെ പ്രിൻ്റ് വരുന്നുണ്ട്, കണ്ടോ നല്ലൊരു റോസിൻ്റെ ഒരു ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ഇങ്ങനെ ടിഷ്യൂ സാരിയിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. ഗോൾഡൻ ടിഷ്യൂ ആണ്. അതിൻ്റെ കൂടെ തന്നെ ദേ കണ്ടോ ഈ ഒരു കുഞ്ഞ് കുഞ്ഞ് ലൈറ്റ് ഷെയ്ഡുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റ് കൂടെ വരുന്നുണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഇത് അധികം ഞാൻ കണ്ടിട്ടില്ല. ഇത് പുതിയ പാറ്റേൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇതൊരെണ്ണം എടുത്തിട്ടുണ്ട്. മുന്താണി എന്ന് പറയുന്നത് ഇതുപോലെ കഥകളി പ്രിൻ്റ് ഓൾ ഓവർ വരുന്നുണ്ട്. ബോഡി മാത്രം ഇതുപോലെ പ്രിൻ്റ് വന്നിട്ട് ബോർഡറിൽ പ്രിൻ്റ് വന്നിട്ട് മേളിൽ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ, പ്ലെയിൻ വേറെ ഡിസൈൻസ് ഒന്നും മേളിലില്ല. ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ്. പിന്നെ ബോർഡറിൽ ഈ ഒരു കഥകളി. അടുത്ത സാരിയും ഞാൻ നേരത്തെ എടുത്തതുപോലെ സെയിം പാറ്റേൺ തന്നെയാണ്, പക്ഷേ ഇതൊരു കോപ്പർ ഫിനിഷാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൃഷ്ണൻ്റെ ഈ ഒരു പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. മറ്റേ കളറിൻ്റെ മറ്റേ ഗോൾഡൻ്റെ പകരം ഇതൊരു കോപ്പർ ഫിനിഷാണ് വരുന്നത്. പക്ഷേ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. ഇതാണ് നമ്മുടെ ബോഡി വരുന്നത്. മുൻപ് നേരത്തെ കാണിച്ചതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരുന്നുണ്ട്. പിന്നെ ഇതൊരു കോപ്പർ ഫിനിഷാണ് കേട്ടോ, കോപ്പർ ടിഷ്യൂ സാരിയാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് മേടിച്ചതാണ്. ഇത് ബോർഡറിൽ വന്നിട്ട് ഒരു ഓടക്കുഴലും കൃഷ്ണൻ്റെ പീലിയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മുന്താണി വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഓൾ ഓവർ മുന്താണി ഇങ്ങനെ കൃഷ്ണൻ്റെ പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ സെലക്ട് ചെയ്ത സാരീസ് മാത്രമല്ല വേറെ കുറച്ച് ഡ്രസ്സസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽഡായി വേറൊരു വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏത് സാരിയാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.